ഹരി ഓം. ഖണ്ഡം 2 വൃന്ദാവന ഖണ്ഡം. അധ്യായം 10. ചിന്താകുലയായ യശോദയെ നന്ദൻ ആശ്വസിപ്പിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ശ്രീനാരദൻ പറഞ്ഞു: വത്സാസുരൻ, ബകാസുരൻ, അഘാസുരൻ മുതലായവരുടെ ആക്രമണം തന്റെ പൊന്നോമന പുത്രനായ കൃഷ്ണന്റെ നേരെ വന്നല്ലോ എന്നോർത്ത് യശോദ വ്യാകുലയായി. യശോദ കീർത്തിയെയും രോഹിണിയെയും മുതിർന്ന ഗോപന്മാരെയും നന്ദന്മാരെയും ഉപനന്ദന്മാരെയും വൃഷഭാനുക്കളെയും വിളിച്ചു വരുത്തി തന്റെ ഈ ദുഃഖം അറിയിച്ചു. യശോദ പറഞ്ഞു: എന്റെ പുത്രന്റെ മേൽ ഓരോ നിമിഷവും ദുർഘടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. മഹാവനം ഉപേക്ഷിച്ചിട്ട് വൃന്ദാവനത്തിലേക്ക് വന്നിട്ടും ഇതിനൊരു അറുതിയില്ല. വത്സാസുരൻ, ബകാസുരൻ, അഘാസുരൻ മുതലായവരുടെ പിടിയിൽ നിന്നും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് കൃഷ്ണൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം വ്യസനത്തോടെ സംസാരിച്ച യശോദയെ നന്ദൻ ആശ്വസിപ്പിച്ചു. നന്ദൻ പറഞ്ഞു: ഹേ യശോദേ, ഗർഗ മഹർഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ എപ്പോഴും സത്യമായി ഭവിക്കുമെന്നറിയാമല്ലോ. അതിനാൽ എല്ലാ ദുർഘടങ്ങളും മാറി പോകാൻ ദാനധർമ്മങ്ങൾ ചെയ്യുക. ദാനത്തേക്കാൾ സൽക്കർമ്മം വേറെയില്ല. അപ്രകാരം യശോദ കൃഷ്ണന്റെയും ബലരാമന്റെയും മംഗളത്തിനായി അനേകം രത്നങ്ങൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതോടൊപ്പം നന്ദൻ അനേകം കാളകളെയും പശുക്കളെയും ദാനം നടത്തി. ഇരുവരും ചേർന്ന് അന്നദാനവും നിർവഹിച്ചു. അങ്ങനെ കുറച്ചു കാലം പിന്നിട്ടു. ഗോപബാലകരുടെ പ്രായം പിന്നിട്ട് രാമകൃഷ്ണന്മാർ ഗോപാലകന്മാരായി മാറി. അവർ വലിയ കാളകളെയും പശുക്കളെയും മേയിച്ചുകൊണ്ട് കാട്ടിൽ അങ്ങുമിങ്ങും സഞ്ചരിച്ചു. യമുനയുടെ പുളിനങ്ങൾ വസന്തകാലം വന്നപ്പോൾ കൂടുതൽ ശോഭിച്ചു. രത്നധാതുമയമായ ഗോവർദ്ധന പർവ്വതം അതിന്റെ തിലകം പോലെ ശോഭിച്ചു. ബലരാമനും കൃഷ്ണനും മറ്റ് ഗോപന്മാരും അവിടെ സന്തോഷത്തോടെ ഉല്ലസിച്ച് നടന്നു. ഇവിടെ 2-ാം ഖണ്ഡത്തിലെ 10-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.